Hello dear friends, welcome back to SULUZ DIARIES. I am Ashmi Sultana. This is our video, a plant care video. In this video, we will Calathea plants. Calathea is a trend indoor plant. Nalla bangil ഒരുപാട് കളർ ഷെയ്ഡുകളിൽ Calathea plants available ആണ്. പണ്ട് മുതലേ തന്നെ നമ്മുടെ വീടുകളിലുള്ള ഒന്ന് രണ്ട് വെറൈറ്റി ആണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത്. അതുപോലെ ഈ കാണുന്നത് പണ്ട് മുതലേ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ ഒരുപാട് ഷെയ്ഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഔട്ട്ഡോറിൽ നമുക്ക് വെക്കാം. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് Calathea പ്ലാന്റ്സ് വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല ബുഷി ആയിട്ട് വളരും. അതുപോലെ ഗാർഡൻ നല്ല കളർഫുൾ ആക്കാനായിട്ട് നമ്മുടെ അഗ്ലോണിമയെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഈ Calatheaയ്ക്കും വരുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. പക്ഷേ ഫ്ലവറിനേക്കാളും ഭംഗി എപ്പോഴും ലീഫിന് തന്നെയാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അറ്റങ്ങളൊക്കെ കരിയുമ്പോൾ അതിനെന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പോട്ടി മിക്സർ എങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ Calathea പ്ലാന്റ്സ് കെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് Calathea വെറൈറ്റീസ് പരിചയപ്പെടാം. ഇത് Calathea സിൽവർ പ്ലേറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നല്ല സിൽവർ പോലെയാണ് ഇതിൻ്റെ മുകൾ ഭാഗം. അടിവശത്ത് നല്ല ഒരു ഗ്രേപ്പ് കളറിലാണ് ഉള്ളത്. നല്ല വലിയ ലീഫുകളാണ്. അതുപോലെ ഇതിൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ്. ഈ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും. അതുപോലെ തൈകളൊക്കെ ഒരുപാട് നമുക്ക് ഇതിന് ചുവട്ടിൽ നിന്നായിട്ട് പൊട്ടിക്കിളിച്ച് വരും. ഇത് കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ഓരോ ലീഫുകൾ വരും. ഇത് തണലിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. ഇത് ഗ്രീൻ കളറിൽ വരുന്ന Calathea picturata എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ്. ഇതിന് ഡാർക്ക് ഗ്രീൻ വന്നിട്ട് ഒരു ഗ്രീൻ ആപ്പിൾ ഷെയ്ഡിലുള്ള ലൈൻസ് ആണ് വരുന്നത്. ഒരുപാട് വലിപ്പം വെക്കുന്ന ലീഫല്ല, ഒരു മീഡിയം സൈസ് ആണ്. ഈ ലീഫിൻ്റെ പുറകിലായിട്ട് ഒരു ഗ്രേപ്പ് കളറിലെ ഷെയ്ഡും വരുന്നുണ്ട്. ഇത് Calathea rosea picture dotty എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിന് നല്ല ഡാർക്ക് ഷെയ്ഡാണ് ലീഫിന് വരുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ട് ലൈൻസ് നല്ല റോസ് കളറിലാണ് വരുന്നത്. പുതിയതായിട്ട് വരുന്ന ലീഫുകളിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അതൊരു ഗ്രീന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ ലീഫുകൾ ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറും. ഇത് Calathea rosea pictയിൽ വരുന്ന മെഡലിയൂൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. കുറച്ച് ഗ്രീൻ ആയിട്ടുള്ള ഷെയ്ഡാണ് ലീഫുകൾ വരുന്നത്. പുതിയതായിട്ട് വരുന്ന ലീഫുകൾക്ക് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അതുപോലെ പഴയ ലീഫുകൾ കുറച്ച് ഏജുള്ള ലീഫുകൾക്ക് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡുമാണ് വരുന്നത്. ഇതിൻ്റെ ലൈൻസ് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ലൈൻസ് ആണ്. ലീഫിൻ്റെ ബാക്കിലായിട്ട് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത്. പൊതുവേ Calathea പ്ലാന്റ്സിനൊക്കെ ബാക്കിലായിട്ട് ഇതുപോലെ ഗ്രേപ്പ് റോസ് കളറൊക്കെ ഷെയ്ഡുകളാണ് വരുന്നത്. ഇത് ഫ്ലവറുള്ളൊരു പ്ലാന്റ് ആണ്. ഒരു ഫ്ലവർ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്നായിട്ട് ചെറിയ ചെറിയ പൂക്കളാണ് വരുന്നത്. ഇതേ രീതിയിലാണ് മിക്കതും ഒരു കളർ ചേഞ്ച് വരുന്നതെന്നത് മാത്രമേ ഉള്ളൂ. ഇത് സെബ്രിന പ്ലാന്റ് ആണ്. Calatheaയിൽ തന്നെ വരുന്നൊരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇത് പണ്ട് മുതലേ നമ്മളുടെ വീടുകളിലൊക്കെ കാണാറുള്ളൊരു വെറൈറ്റിയാണ്. ഈ Calathea മറാന്ത പ്ലാന്റ്സുകളെല്ലാം തന്നെ പൊതുവേ പ്രെയർ പ്ലാന്റുകളെന്ന് പറയാറുണ്ട്. കാരണം സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പ്ലാന്റുകളൊന്ന് ചൂടി വരാറുണ്ട്, ഈ ലീഫുകൾ. അതുകൊണ്ട് ഇതിന് പ്രെയർ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ നല്ല സൺലൈറ്റ് അടിക്കുന്ന സമയങ്ങളിലും ഈ ലീഫുകൾ ഇങ്ങനെ ചുരുണ്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് Calathea triostar പ്ലാന്റ് ആണ്. ഇതൊരു ട്രൈ കളറായിട്ട് വരുന്ന ഒരു ലീഫാണ്. ഒരു വൈറ്റ് ഷെയ്ഡാണ് കൂടുതലായിട്ട് വരുന്നത്. ലൈറ്റ് കിട്ടുന്നതനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ലീഫിൻ്റെ അടിയിലായിട്ട് നല്ല റോസ് കളറിലാണ് വരുന്നത്. ഇത് മറാന്ത ബാർലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതൊരു മിനിയേച്ചർ ടൈപ്പായിട്ട് വരുന്ന കുറച്ച് ബുഷിയായിട്ട് അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പ് വളരെ ചെറിയ ലീഫുകളാണ്. ഇതിനൊരു സിൽവർ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ലീഫിൻ്റെ താഴെയായിട്ട് നേരത്തെ പോലെ തന്നെ ഒരു ഗ്രേപ്പ് കളറും വരും. ഇത് പിങ്ക് സ്ട്രിപ്പ് Calathea ആണ്. ഇതിൻ്റെ പുതിയ ലീഫുകൾക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഒരു പിങ്ക് സ്ട്രൈപ്സ് ആണ് വരുന്നത്. കുറച്ച് ദിവസങ്ങളായി കഴിയുമ്പോൾ ഇതൊരു വൈറ്റ് കളറായിട്ട് മാറും. ഇത് Calathea മഖിയോന അഥവാ മറാന്ത മഖിയോന എന്ന് പറയുന്ന ഒരു പീകോക്ക് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ വരുന്ന ചെറിയ ലീഫുകളാണ്. ഒരു മീഡിയം സൈസ് ലീഫുകളാണ് വരുന്നത്. ഇത് Calathea റോസിയാണ്. റോസിയ പിക്റ്റ എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു Calathea വെറൈറ്റിയാണ്. ഇതിന് നല്ല ഡാർക്ക് റോസ് ഷെയ്ഡാണ്. സൈഡിലായിട്ട് ഗ്രീൻ ഷെയ്ഡ് വരും. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് Calathea വെറൈറ്റികളെല്ലാം തന്നെ. പ്രത്യേകിച്ച് ഈ ഒരു പ്ലാന്റ് നല്ലൊരു റേറ്റാണ്. ഇത് Calathea rufiberba ഗ്രീൻ ആണ്. ഇതിൽ തന്നെ വേറൊരു ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്. അടിയിലായിട്ട് നമ്മുടെ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൊരു കേളി ആയിട്ടിരിക്കുന്ന ലീഫുകളാണ്. അതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ. നല്ല ഒരു ഗ്ലേസിങ് ഉള്ള ലീഫാണ്. Calathea പ്ലാന്റ്സ് എല്ലാം തന്നെ നല്ല ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റുകളാണ്. സാധാരണ ഈ Calatheaയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അതിൻ്റെ ലീഫുകളുടെ അഗ്രഭാഗങ്ങൾ കരിയുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പോട്ടി മിക്സ് ചെക്ക് ചെയ്യുക.
പോട്ടി മിക്സിലുണ്ടാകുന്ന പ്രോബ്ലമാണ് എപ്പോഴും നമ്മുടെ ഈ ലീഫുകളുടെ അഗ്രഭാഗങ്ങൾ കരിയുന്നത്. ഈ ഒരു കലാത്തിയ ലീഫിൽ കണ്ടില്ലേ, ഇതുപോലെ അറ്റത്ത് നിന്ന് ഇങ്ങനെ കരിഞ്ഞു വന്നിട്ട് ഇത് ഫുള്ളായിട്ട് ലീഫ് കരിഞ്ഞു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇതുണ്ടാകുന്നത് നമ്മുടെ പോട്ടി മിക്സറിലുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. പോട്ടി മിക്സറിന് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നല്ല ചുമന്ന മണ്ണ് മാത്രം യൂസ് ചെയ്തിട്ടായിരുന്നു പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പ്ലാന്റിൽ ഇങ്ങനെ ഉണ്ടായത്. ഈ ചുമന്ന മണ്ണാകുമ്പോൾ ഒരുപാട് വെള്ളം എപ്പോഴും നനവ് നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ നനവ് നിന്ന് കഴിയുമ്പോഴത്തേക്കും റൂട്ടുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ആ റൂട്ടുകൾ ചീഞ്ഞു പോവുകയും അപ്പോൾ പിന്നീട് ഈ റൂട്ടിലേക്ക് വെള്ളം എടുക്കാനുള്ളൊരു കഴിവ് നഷ്ടപ്പെടും. അപ്പോഴത്തേക്ക് ലീഫുകളിൽ വെള്ളം എത്താതെയാവുകയും പെട്ടെന്ന് അത് കരിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ പ്ലാന്റ് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആവുകയും പിന്നീട് നമ്മൾ പോട്ടി മിക്സർ മാറ്റി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ കരിയുന്നതിൻ്റെ മെയിൻ പ്രോബ്ലം അതിൻ്റെ പോട്ടി മിക്സ് തന്നെയാണ്. സാധാരണ നമ്മൾ ഗാർഡനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ പോട്ടി മിക്സ് വെറും ഒരു മണ്ണ് മാത്രമായിരിക്കും, മിക്കവാറും ചെമ്മണ്ണ് തന്നെയായിരിക്കും അതിനകത്തുള്ളത്. ഇത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ പോട്ടി മിക്സ് കറക്റ്റായിട്ട് മാറ്റി കൊടുക്കണം. അപ്പോഴേ നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പോട്ടി മിക്സായിട്ട് ഞാൻ വെർമി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മണ്ണും മണൽ കിട്ടുവാണെങ്കിൽ മണൽ തന്നെ എടുക്കാം. മണലില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഗാർഡൻ സോയിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കൊക്കോ പിറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഹോളുകളൊക്കെ അടയ്ക്കാനായിട്ട് കുറച്ച് ഓട് കഷ്ണവും അതുപോലെ ഇൻഫെക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് കരിയുടെ പീസും എടുത്തിട്ടുണ്ട്. പോട്ടി മിക്സ് എപ്പോഴും നല്ല ഡ്രെയിനേജ് ഉള്ള രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പെർലൈറ്റ് അല്ലെങ്കിൽ ക്ലേ ബോൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പോട്ട് മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ കരിയോടും ഈ ഒരു പോട്ടിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ പോട്ട് മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഞാനൊന്ന് റീപോർട്ട് ചെയ്യുവാണ്. ഇതിലുള്ള പോട്ടൊന്ന് മാറ്റി കുറച്ച് വലിയ പോട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ തൈകൾ പൊട്ടി മുളയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ പോട്ടിലാണ് വെക്കാൻ പോകുന്നത്. ഇതുപോലെ വേണം നമ്മൾ ഏതെങ്കിലും പ്ലാന്റ് റീപോർട്ട് ചെയ്യുമ്പോൾ ഇളക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും പിഴുതെടുക്കരുത്. നല്ല രീതിയിൽ ആ സോയിൽ ഉൾപ്പെടെ നമ്മൾ തട്ടിയിടണം. അല്ലെന്നുണ്ടെങ്കിൽ റൂട്ടുകൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കഴിയുന്നത്ര അതിൻ്റെ മൂഡ് അനങ്ങാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. പ്ലാന്റ് അറിയരുത് നമ്മൾ ആ പോട്ട് മാറ്റിയതായിട്ട്. ആ റൂട്ടുകളൊക്കെ പൊട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് ലീഫുകളൊക്കെ ഉണങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധിച്ച് പോട്ട് ചെയ്യുവാണെങ്കിൽ പ്ലാന്റ് നല്ല രീതിയിൽ വളരും. ഇതിപ്പോൾ സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് ഞാൻ പോട്ട് ചെയ്തത്. ഇത് ഇന്നർ പോട്ടാണ്, ഈ ബ്ലാക്ക് കളറ്. പുറമേ ഉള്ള പോട്ട് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ്. ഈ സെൽഫ് വാട്ടറിങ് പോട്ടിൻ്റെ ഏറ്റവും നല്ല പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് ആഴ്ച 2 ദിവസമൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഈ പോട്ടിൻ്റെ അടിയിലായിട്ട് കുറച്ച് വെള്ളം നിൽക്കും. അപ്പോൾ ഈ സോയിൽ ഡ്രൈ ആവുന്നതനുസരിച്ച് നമുക്ക് ഈ വെള്ളം ഈ സോയിൽ തന്നെ പിടിച്ചെടുത്തോളും. പിന്നെയുള്ളൊരു വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയങ്ങളിൽ പോട്ട് എപ്പോഴും അഴുക്കാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സെൽഫ് വാട്ടറിങ് പോട്ടാകുമ്പോൾ നമ്മൾ ഇന്നർ പോട്ട് മാത്രം എടുത്തിട്ട് പ്ലാന്റ് റീപോർട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പ്ലാന്റ് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പുറമേ ഉള്ള പോട്ട് നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ പോട്ടിന് വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കലാത്തിയ പ്ലാന്റ്സിന് ഒരുപാട് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലീഫുകൾ പെട്ടെന്ന് ഇങ്ങനെ ചുരുണ്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ സൺലൈറ്റിൽ തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലീഫുകൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റുകൾ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പറ്റത്തില്ല. നല്ലതായിട്ട് ഇൻഡോറിൽ വളരും. അപ്പോൾ ഓൺലൈൻ സെയിലിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ സെയിലിന് നമ്മൾ സാധാരണ എനിക്ക് വാട്സപ്പ് മെസ്സേജാണ് മിക്കവരും ചെയ്യുന്നത്. അപ്പോൾ കോള് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. കോൾ ചെയ്യുമ്പോൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തെങ്കിലും ബിസി ആയിട്ടൊക്കെ നിൽക്കുന്ന അവസരങ്ങളിലായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ എല്ലാ അവസരത്തിലും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ എനിക്ക് കുറേ മെസ്സേജുകളൊക്കെ റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ തുടക്ക സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലായിട്ടും അഡ്ജസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് മെസ്സേജ് തന്നെ ചെയ്യുക. കോള് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ വാട്സപ്പ് യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം. പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രോബ്ലം ഇല്ല. കഴിയുന്നത് മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കലാത്തിയയുടെ കെയറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.